സ്വാതി, എങ്ങനെയുണ്ട്? എനിക്ക് ഈ ഡ്രസ് മതിയോ? ഇത് കൊള്ളാം, ഏട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. അതെയോ? തന്നെയും ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേ അത് ഗീത, ഞാൻ വെച്ചുതരാം. തിരിഞ്ഞേക്ക്. ആരെങ്കിലും കേറി വന്ന നാണക്കേടാ. അതിങ്ങ് താ, ഞാൻ ചെയ്തോളാം. ഭർത്താവ് ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കുന്നത് ആര് കണ്ടാലെന്താ? അതിലെന്താ എത്ര നാണക്കേട്? ഏട്ടാ, എന്താ? ഈ സിനിമയിലൊക്കെ തൊട്ട് അഭിനയിക്കേണ്ടി വരുമ്പോ ചമ്മല് തോന്നില്ലേ? ഏയ്, എന്ത് ചമ്മല്? ഒരു ചമ്മലും ഇല്ല. അതെന്താ? സിനിമയിൽ കൂടെ അഭിനയിക്കുന്നത് നല്ല സുന്ദരികളായ പെൺകുട്ടികളായിരിക്കുമല്ലോ. ഓ, അപ്പൊ സുന്ദരികളാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അപ്പോ ഈ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴോ? തന്റെ മനസ്സിൽ ഇത്തിരി അസൂയ വളരുന്നുണ്ടോ എന്നൊരു സംശയം. പതിവില്ലാത്തൊരു ചോദ്യം പറച്ചിലും ഒക്കെ. അതെ, ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഒരിത്തിരി അസൂയ എന്റെ മനസ്സിലുണ്ട്. എടോ, എവിടെയോ കിടന്ന ഈ പാവത്തിന് ദൈവം കൊണ്ടുതന്ന ഭാഗ്യ എന്റെ ഏട്ടൻ. ആ ഭാഗ്യത്തിനു മേൽ കണ്ണുവിടാതെ നോക്കേണ്ടത് ഞാനല്ലേ? എന്നേക്കാൾ സുന്ദരികളായ നായകമാർ വന്ന് റാഞ്ചാൻ നോക്കിയാലോ? നിന്റെ കയ്യിന്നോ? ദേ, ആരും വരില്ല. അത് മാത്രമല്ല, നിന്റെ സ്നേഹത്തിന്റെ ചൂടിന്ന് എനിക്ക് എങ്ങോട്ടും പോണ്ട. എനിക്ക് ഈ വാക്ക് മതി. മരണം വരെ ഞാൻ ഒപ്പം ഉണ്ടാവും. മോളെ സ്വാതി, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഇല്ലച്ചാ, ഒരു 2 മിനിറ്റ്, ഇപ്പൊ വരാം. പൂക്കളൊക്കെ അവര് കടയിൽ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വേമ്പാ. ഇപ്പൊ വരാം. അച്ഛൻ റെഡിയായോ? ഞാൻ ഇനി എന്ത് റെഡിയാവാൻ? എനിക്കിതൊക്കെ തന്നെ ധാരാളം. അല്ല, സുന്ദരിമാര് രണ്ടും അന്തപുരത്തിൽ നിന്ന് ഇറങ്ങിയോ? ഒരുങ്ങാൻ കയറിയിട്ടേ ഉള്ളൂ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ വേഗം റെഡിയാവും. പിന്നെ സ്വാതി, നമുക്കൊരു സെൽഫി എടുത്താലോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഈ ചെക്കനും പെണ്ണും? എങ്ങനെയുണ്ട് ഈ ചെക്കനും പെണ്ണും? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഗൗരിജി, കഴിഞ്ഞില്ലേ? ഒന്ന് വേഗം വാ. ദേ അച്ഛൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാലോ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ കൂടെ നടന്നതിന്റെ ഗുണമൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ മാറാനുണ്ട്. നമുക്ക് വഴിയെ ശരിയാക്കാം. വാ.
സ്വാതി വേഗം വാ. സ്വാതി ഇങ്ങ് വന്നേ. എന്തൊരു കോലമാടിയത്. വല്ല പാടത്തും കൊണ്ടേ കോലം കുത്തി വെക്കാം. കണ്ണു കിട്ടില്ല. എന്നെ അതിനെങ്കിലും കൊള്ളാം, നിന്നൊന്നും അതിനു പോലും കൊള്ളില്ലല്ലോടി. നീ എഴുന്നള്ളുന്നതേ തോൽക്കാനാ, ഓർത്തോ നീ. എന്തായാലും ഇന്ന് ആളുകൾക്കൊക്കെ നല്ല രസമുള്ളൊരു കാഴ്ച ഫ്രീ ആയിട്ട് കിട്ടും. സ്വാതിയെ തോൽപ്പിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ലടി. ഞാൻ വിചാരിക്കാതെ എന്നെ നിനക്കൊന്നും തോൽപ്പിക്കാനും പറ്റില്ല. നമുക്ക് കാണാം. ജയിച്ചു കാണിക്കുന്നതേ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാ. അതേ സ്വാതി കാണിച്ചു തരാം. നീ വാ. ഇപ്പോഴും നീയൊക്കെ എന്റെ പിന്നില, അല്ലാതെ മുന്നിലല്ല. ബാടി. നമസ്കാരം. വൈലോപ്പള്ളി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം 2019 എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്തവണത്തെ ഓണാഘോഷത്തിൽ രസകരങ്ങളായ ഒട്ടനവധി മത്സരങ്ങളാണ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അസോസിയേഷൻ അംഗം കൂടിയായ പ്രശസ്ത സിനിമാ താരം ശ്രീ നീൽ മഹേഷാണ് നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മോളെ, അമ്മേ, അമ്മ വന്നിട്ട് ഒരുപാട് നേരമായോ? രാജീവ് എവിടെ? അവന് വരുന്നാണല്ലോ ഗൗരി പറഞ്ഞേ. ഒന്നും പറയണ്ടേ മഹേഷേട്ടാ, അവൻ എറണാകുളത്ത് അത്യാവശ്യമായിട്ട് വലിയ എന്തോ കാര്യത്തിന് പോയിരിക്കുക. വൈകുന്നേരം വരും. അമ്മായി, ഓണത്തിന് എല്ലാരും കൂടെ വീട്ടിലേക്ക് വരില്ലേ? പിന്നെ വരാതെ, ഇല്ലെങ്കിൽ പിന്നെ എന്റെ മോക്കത് വിഷമാവില്ലേ? അല്ലേ ഗൗരി മോളെ? ഓ, എന്തൊരു ഒലിപ്പീര്. മോക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ? സ്വാതി, പൂക്കളത്തിന്റെ ഡിസൈൻ എവിടെ? വണ്ടിയിലുണ്ട്, സമയമാകുമ്പോ എടുത്തിട്ട് വരാം. ഓ, വലിയ ഗമയിലുള്ള അവളുടെ നിൽപ്പ് കണ്ടില്ലേ? പാവം, പണി കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. പണി കിട്ടി നിൽക്കുന്ന ഇവരുടെ മുഖം ഒന്ന് കാണണം. അയ്യോ, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷാവുന്നു. ഇവരുമോളെ സംഗതിയൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഡബിൾ ഓക്കെ. എന്നാ വരൂ, നീ വേദിയിലേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ സ്വാതി, വാ. വാ മോളെ. സ്വാതി, സ്റ്റേജിലേക്ക് ചെന്നോളൂ. അയ്യോ വേണ്ട, ഞാനിവിടെ നിന്നോളാം. താനും കൂടി വാ. ഏട്ടൻ പോയാൽ മതി. നിറഞ്ഞ കയ്യടികളോടുകൂടി പ്രശസ്ത സിനിമാ താരം ശ്രീ നീൽ മഹേഷിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വൈലോപ്പള്ളി റെസിഡൻസ് അസോസിയേഷന്റെ 2019 ഓണാഘോഷത്തിന്റെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് ശ്രീ നീൽ മഹേഷിന് സ്വാഗതം.
അതിഥിയല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗം കൂടിയാണ് ശ്രീ നീൽ മഹേഷ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വൈലോപ്പള്ളി റെസിഡൻസ് അസോസിയേഷന്റെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുമുണ്ട് അത്ഭുതങ്ങൾ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സി കേരളം ചാനലിലൂടെ പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് പൂക്കാലം വരവായി. ഈ സീരിയലിലെ താരങ്ങളാണ് ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത്. നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം ടീം പൂക്കാലം വരവായി. നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം പൂക്കാലം വരവായി. ഇവരാണ് നമ്മുടെ അതിഥികൾ. ഇനി ഉദ്ഘാടനമാണ്. അതിനായി വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. പ്രശസ്ത സിനിമാ താരം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ നീൽ മഹേഷിനെ ക്ഷണിക്കുന്നു. വെൽക്കം സർ. എല്ലാവർക്കും നമസ്കാരം. മലയാളികൾ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട്. ഓണസദ്യയും ഓണപ്പാട്ടും ഓണക്കളികളുമെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു ഓണക്കാലം, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുട്ടിക്കാലത്തെ ഓണത്തിന്റെ ആ ഓർമ്മകളാണ് ഇന്നും മനസ്സിൽ മധുരകരമായിട്ടുള്ളത്. പുഴയിലെ കുളിയും പൂക്കളമിടാൻ പൂവിറുക്കാനുള്ള ഓട്ടവും വാഴയിലയിൽ വിളമ്പുന്ന പലതരം കറികളും നല്ല അടപ്രഥമനുമൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിധി പോലെ സൂക്ഷിക്കുന്ന ഓർമ്മകളാണ്. എന്റെ മാത്രമല്ല, എല്ലാ മലയാളികളുടെ മനസ്സിലും ഈ ഓർമ്മകളുണ്ട്. സുന്ദരമായൊരു ഭൂതകാലത്തിന്റെ ഓർമ്മ. ഞാനിവിടെ ഇന്ന് അതിഥിയല്ല, വീട്ടുകാരന്. ദേ, ഇവരാണ് നമ്മുടെ അതിഥികൾ. ഇവരെയൊക്കെ നിങ്ങൾ ഇരുകൈ നീട്ടി ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ്. നിങ്ങൾ ഇതുവരെ കൊടുത്ത സ്നേഹവും അംഗീകാരവും ഇവർക്ക് ഇനിയും കൊടുക്കണം. അപ്പോ പൊന്നോണത്തിന്റെ എല്ലാ നന്മയും വിശുദ്ധിയും എല്ലാ ഹൃദയങ്ങളിലും എന്നും ഉണ്ടാവട്ടെ. ഇന്നിവിടെ നടക്കുന്ന എല്ലാ മത്സരങ്ങളും നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രിയ താരം നിരഞ്ജനാണ്. വെൽക്കം നിരഞ്ജൻ. 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം.
ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നീൽ മഹേഷിനെ പോലെ വലിയൊരു താരത്തെ കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഭാര്യ സ്വാതി ഇവിടെ പൂക്കളമിടാൻ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എവിടെ സ്വാതി? എവിടെ സ്വാതി? സ്റ്റേജിലേക്കൊന്ന് വരാമോ? വിളിച്ചില്ലേ? ചെല്ലുമോളെ. അയ്യോ എനിക്ക് വയ്യാച്ച. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോളെ കൂടെ ചെന്നേ. ചെല്ലുമോളെ, പോയിട്ട് വാ. വിളിച്ചാ പോണ്ടേ? നീലിനും സ്വാതിക്കും നൽകാൻ ഞങ്ങളൊരു ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ മനുവർമ്മ, ഞങ്ങളുടെ മനുചേട്ടൻ സ്വാതിക്കും നീലിനും സമ്മാനം നൽകുന്നു. പ്ലീസ്. മനുചേട്ടാ, കണ്ടോടി, അവൾക്കാ ഭാഗ്യം. ഓ, നീ നീലന്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്പോ നിറഞ്ഞ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിടവാങ്ങുന്നു. താങ്ക് യു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ? ആയിക്കോട്ടെ. സ്വാതി, ഓൾ ദി ബെസ്റ്റ്. ശരി. നമ്മുടെ പ്രിയ താരം ശ്രീ നീൽ മഹേഷിനെ നമുക്ക് ഹർഷാരവത്തോടെ തന്നെ യാത്രയാക്കാം. താങ്ക് യു. കൊള്ളായിരുന്നു കേട്ടോ. ശരി അച്ഛാ, ഞാൻ ഇറങ്ങാം. ചെല്ലുമോ? വൈലോപ്പള്ളി റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് എന്തിനാ ഈ കാഴ്ച കണ്ടുപിടി നിൽക്കുന്നേ? ഇനി നമുക്ക് മത്സര ഇനങ്ങളിലേക്ക് കടക്കാം. ആന്റി വാ, പോവാം. അടുത്തതായി നടക്കാൻ പോകുന്ന മത്സര ഇനം അത്തപ്പൂക്കള മത്സരമാണ്. പൂക്കള മത്സരത്തിന് പേര് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്താ ഒരു അഹങ്കാരം! സ്റ്റേജിൽ നിൽക്കുന്നു, സമ്മാനം കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടാത്തൊന്നും നമ്മൾ ആ വീട്ടിലല്ലെന്ന്. അതിന് നീ എന്തിനാടി വിഷമിക്കുന്നേ? അവൾക്കുള്ള പണി ഇപ്പൊ കിട്ടും. ആ പിന്നല്ലാതെ, അത് തന്നെ. വരുന്നുണ്ട്. അല്ല മോളെങ്ങോട്ട് പോവാ? അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പൂക്കളത്തിന്റെ ഡിസൈൻ രജിസ്റ്റർ ചെയ്യാൻ. മോളെ ചെല്ലട്ടെ. ചെന്ന് കൈ നീട്ടി വാങ്ങട്ടെ. അല്ല നന്ദിനി, പിന്നെ അല്ലാതെ. ചേച്ചിയെ കാണാനായിട്ട് വന്നതാ ഞാൻ. ഇതാ ഞാനിടുന്ന പൂക്കളം. അയ്യോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ? എന്ത് പറ്റി? സ്വാതി കൊണ്ടുവന്ന ഇതേ ഡിസൈൻ നേരത്തെ രജിസ്റ്റർ ചെയ്തു പോയല്ലോ. ഈ പൂക്കളം ഇനി ഇടാൻ പറ്റില്ല. മത്സരത്തിന്റെ നിയമം അത് അനുവദിക്കില്ല. ആരാ ഇത് രജിസ്റ്റർ ചെയ്ത്? ഗൗരി.
അവരും ഈ പൂക്കളം തന്നെയാണ് ഇടുന്നത്. അതെങ്ങനെ ശരിയാവും? ഇത് ഞാൻ വരച്ചതല്ലേ? അതൊക്കെ ശരി തന്നെയാവും. പക്ഷെ ഗൗരിയും ഇതേ പൂക്കളം തന്നെയാണ് രജിസ്റ്റർ ചെയ്തത്. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് പ്രിഫറൻസ്. ഇത് ചതിയാ. ഈ ചതിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അയ്യോ, ഞങ്ങൾ ആർക്കും കൂട്ടു നിൽക്കുകയല്ല. ന്യായത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ ഡിസൈൻ വെച്ച് സ്വാതിക്ക് പൂക്കളിടാൻ കഴിയില്ല. വേഗം വാ, സമയം പോകും.